ഇലാ അജലിൻ ഹും ബാലിഗൂഹു, അവർ വീണ്ടും ചെന്നെത്തേണ്ട ഒരു അവധിയിലേക്ക്. അതായത് 7 ദിവസം മുസീബത്ത് നിർത്തിവെക്കും. 8 ദിവസം മുസീബത്ത്, പിന്നെ അത് നിർത്തിയാൽ പിന്നെ 7 ദിവസം ഗ്യാപ്പ് കൊടുക്കും ഇവര് നന്നാവുമോ നോക്കാൻ. അതാണ് ഇലാ അജലിൻ ഹും ബാലിഗൂഹു. വീണ്ടും അവരെത്തിപ്പെടേണ്ട ഒരവധി നിശ്ചയിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്കാലാണ്. ആ ഒരാഴ്ചക്കാലത്തെ അവധിയിലേക്ക് അവർക്ക് നീട്ടിക്കൊടുത്തു. എന്നാൽ എന്താ ഉണ്ടായത്? ഇദാഹും യൻകുസൂൻ. ആ അവധിക്കാലം കഴിയുമ്പോൾ അവർ വീണ്ടും കരാർ ലംഘിക്കുകയായിരുന്നു. ഫന്തഖംനാ മിൻഹും. അപ്പം നമ്മൾ അവരോട് നമ്മള് പ്രതികാരം വീട്ടി. അതൊരു ഭാഷാപ്രയോഗമാണ്. അള്ളാഹുവിന് പ്രതികാരം വീട്ടുക എന്നുള്ള പരിപാടിയൊന്നുമില്ല. അവരെ ശിക്ഷിച്ചു എന്നർത്ഥം. അവരെ കടലിൽ മുക്കിക്കൊന്നു. ഫറോവയും കൂട്ടരെയും ചെങ്കടലിലിട്ട് എന്ത് ചെയ്തു? നശിപ്പിച്ചു. ഇനി നന്നാവൂല എന്ന് ഉറപ്പിച്ചപ്പോൾ അത് അവസാനത്തെ സ്റ്റെപ്പ. അവർ നമ്മുടെ പച്ചയായ ആയത്തുകളെ, ആരുറപ്പുള്ള വചനങ്ങളെ അവർ തള്ളിക്കളഞ്ഞു എന്ന കാരണം കൊണ്ട്, അവർ നിഷേധിച്ചവരായി പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം. കണ്ടോ? എന്നാൽ ഈ സംഗതിയൊക്കെ എന്താണ്? ടെസ്റ്റ് ഡോസ് മാത്രമാണ്. ഇപ്പൊ ചൂരൽമലയിൽ സംഭവിച്ചു, അത് ഇതിന്റെ അവസാനത്തെ അദാബാണോ? അത് അല്ല, ഒരു ടെസ്റ്റ് ഡോസ് മാത്രം. അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് കൃത്യമായി പറഞ്ഞു, മനുഷ്യർ ചെയ്യുന്നതിന്റെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഈ ദുരന്തത്തിൽപ്പെട്ടവരെ പറ്റിയാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കരുത്. അവർക്കാണ് ഇത് പാടാക്കി വെച്ചത് എന്ന് മനസ്സിലാക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് പാടാക്കി വെച്ചതാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അവരേതായാലും മരിച്ചുപോയി. അവർക്ക് ആ മരണത്തിലൂടെ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ ദറജ അള്ളാഹു നൽകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, കിട്ടുന്നത് എന്ത് കിട്ടിയാലും അതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. സൂറത്തു റൂം 41, സൂറത്തു റൂമിന്റെ 41-ാമത്തെ ആയത്തിൽ, സൂറത്തു റൂം 41 ഒന്ന് നോക്കൂ നിങ്ങൾ. എന്താ പറയുന്നത്? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്. ജനങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന പേക്കൂത്തുകൾ, ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കാരണമായി കടലിലും കരയിലും കുഴപ്പങ്ങൾ തലപൊക്കി. കണ്ടോ? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്. കടലിലാവട്ടെ കരയിലാവട്ടെ എന്തു കുഴപ്പം വന്നാലും അതെന്തുകൊണ്ടാന്ന് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞങ്ങളെ കയ്യിലിരിപ്പുകൊണ്ടാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കാരണമായിട്ടാണ് ഈ ഫിത്നകൾ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു. എന്തിനാണ് അങ്ങനെ ഫസാദുകൾ നൽകുന്നത്? ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ, ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ. അവർ കാട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങളുടെ ചില ശിക്ഷകൾ മാത്രം അവരെ രുചിപ്പിക്കാൻ. അപ്പൊ ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ, അവർ കാട്ടിക്കൂട്ടിയതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് മാത്രം അവർക്ക് കൊടുക്കാൻ. കണ്ടോ? ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ, അവർ കാട്ടിക്കൂട്ടിയതിന്റെ ഒരു ടെസ്റ്റ് ഡോസ്, അത് മാത്രമാണ്. കറക്റ്റ് നോക്കുങ്ങൾ. ബഅദല്ലദീ അമിലൂ, അവർ കാട്ടിയെന്നുള്ളത് എല്ലാം കൂടെ അതായിട്ടില്ല. അങ്ങനെ തരികയാണെങ്കിൽ നമ്മളൊന്നും ഇവിടെ വാക്കിയാൻ പാടില്ല. നമ്മൾ കാട്ടിക്കൂട്ടുന്നതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് അള്ളാഹു അങ്ങിങ്ങായിട്ട് ഇങ്ങനെ കാണിച്ചു. സുബ്ഹാന മൻ ജല്ല ജലാലുഹു ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ. എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് അങ്ങനെ ടെസ്റ്റ് ഡോസ് കൊടുക്കുന്നത്? അപ്പൊ അവരോടൊരു കരുണ കാണിക്കാത്ത സ്വഭാവമല്ലേ? ഇല്ല, ലഅല്ലഹും യർജിഊൻ. ഞാൻ പറഞ്ഞു, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പരാജയപ്പെട്ടവരാണെന്ന് വിലയിരുത്തരുത്. മുത്തുനബിയുടെ നുബൂവത്തിന്റെ തിരുനാക്കുകൊണ്ട് പ്രഖ്യാപിച്ചതനുസരിച്ച് അവർ ശുഹദാക്കളുടെ ലിസ്റ്റിലേക്ക് പോകും. ഈമാനുള്ളവർക്ക് ഒരു പേടിയും പേടിക്കേണ്ടതില്ല. അല്ലെങ്കിൽ മൂമിന് എന്തിനാ പേടിക്കാൻ? ഒന്നിനും മൂമിന് പേടിക്കേണ്ട. മരിക്കുമ്പോ ഈമാൻ കിട്ടണം. അള്ളാഹു അത് സലാമത്താക്കി തരട്ടെ. അല്ലദീന അമിലൂ ലഅല്ലഹും യർജിഊൻ, ലഅല്ലഹും യർജിഊൻ. കണ്ടാ, എന്തിനാണ് ഈ ടെസ്റ്റ് ഡോസ് ഇടക്കിടക്ക് ഇങ്ങനെ കൊടുക്കുന്നത്? ലഅല്ലഹും യർജിഊൻ, മനുഷ്യർ മടങ്ങുമോ എന്ന പ്രതീക്ഷയോടെയാണ്. കണ്ടോ? ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങാൻ വേണ്ടിയാണ്, അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങാനാണ്.
ഇതൊക്കെ എല്ലാം കൃത്യമാണ്. സൂറത്തുൽ റൂം 41-ാമത്തെ ആയത്ത്. മടങ്ങി നടക്കുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ അധികം ആളുകൾക്കും പറ്റിയ കുഴപ്പം എന്താണ്? മുസീബത്തിനെ പരീക്ഷണമായി കണ്ടില്ല പലരും. പരീക്ഷണം രണ്ട് നിലക്കുണ്ടാവും. നല്ലത് നന്മ കൊണ്ടും പരീക്ഷിക്കും, തിന്മ കൊണ്ടും പരീക്ഷിക്കും. അത് മനസ്സിലാക്കിയെങ്കിലേ യുക്തിവാദികൾക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഈ സംഭവം പരീക്ഷണം തരിക എന്ന് പറഞ്ഞാൽ സുഖത്തിന്റെ സന്തോഷം അറിയണമെങ്കിൽ ദുഃഖം വരണം. അപ്പോഴേ അതറിയുള്ളൂ. അപ്പോഴേ അറിയുള്ളൂ. എല്ലാവർക്കും സുഖമാണെങ്കിൽ ആ സുഖത്തിന്റെ സന്തോഷം അറിയാൻ കഴിയില്ല. നിറവയറിന്റെ സന്തോഷം അറിയണമെങ്കിൽ മുഴുപട്ടിണിക്കാരനെ കാണാം. അപ്പോഴല്ലേ അത് അറിയുള്ളൂ. അപ്പോഴേ ഉണ്ടാവുള്ളൂ. തണുപ്പിന്റെ സുഖം അറിയണമെങ്കിൽ ചൂട് ഇപ്പുറത്ത് വേണം. തണുപ്പിന്റെ വിഷമറിയണമെങ്കിൽ അതിനിപ്പുറത്ത് ചൂടും വേണം. എല്ലാം വേണം. അപ്പോ മൊത്തത്തിലൊരു തത്വം ഉസ്താദുമാരൊക്കെ കിതാബ് ഓതി പഠിക്കുമ്പോഴൊക്കെ പഠിക്കുന്ന ഒരു സംഗതിയാണ്. ഏത് സംഗതികളും തിരിച്ചറിയണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വേണം. സമൃദ്ധിയുടെ സുഖം അറിയണമെങ്കിൽ ദാരിദ്ര്യം വേണം. മസിൽ പവറിന്റെ ആരോഗ്യത്തിന്റെ വില അറിയണമെങ്കിൽ അനാരോഗ്യം വേണം. ഇടയ്ക്ക് രോഗം ഉണ്ടാകണം. അപ്പോഴേ ആരോഗ്യത്തിന്റെ വില അറിയുള്ളൂ. ദുഃഖമുണ്ടെങ്കിലേ സുഖത്തിന്റെ സന്തോഷം അറിയുള്ളൂ. ഇതിനു വേണ്ടി അല്ലാഹു തആല നന്മയും തിന്മയും ഇടകലർത്തി പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ഞമ്മക്ക് പരീക്ഷണമൊന്നും ഇല്ലാന്ന് വിചാരിച്ചിരിക്കണ്ട. നമ്മൾ അല്ലാഹു രക്ഷപ്പെടുത്തിയതും പരീക്ഷണമാണ്. മറ്റുള്ളവരെ കുടുക്കിയത് മാത്രമല്ല, നമ്മളെ രക്ഷപ്പെടുത്തിയതും ഒരു പരീക്ഷണമാണ്. അല്ലാഹു തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ ഈ കാര്യം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അഅറാഫ് തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തുൽ അഅറാഫ് തന്നെ. ആ സൂറത്തുൽ അഅറാഫിന്റെ 168-ാമത്തെ ആയത്ത്, 168-ാമത്തെ ആയത്ത്, 168-ാമത്തെ ആയത്ത് സൂറത്തുൽ അഅറാഫ്. وَبَلَوْنَاهُمْ بِالْحَسَنَاتِ وَالسَّيِّئَاتِ وَبَلَوْنَاهُمْ بِالْحَسَنَاتِ وَالسَّيِّئَاتِ മനുഷ്യരെ നാം പരീക്ഷിച്ചു. ബിൽ ഹസനാത്തി വസ്സയ്യിആത്ത്, നന്മകളെ കൊണ്ടും തിന്മകളെ കൊണ്ടും. കണ്ടോ, സുഖം കൊണ്ടും ദുഃഖം കൊണ്ടും മനുഷ്യനെ പരീക്ഷിക്കും. വബലൗനാഹും ബിൽ ഹസനാത്തി വസ്സയ്യിആത്തി. എന്തിനാണ് ചിലർക്ക് സുഖം കൊടുക്കുന്നത്? എന്തിനാ ചിലർക്ക് ദുഃഖം കൊടുക്കുന്നത്? ലഅല്ലഹും യർജിഊൻ. എല്ലാറ്റിന്റെയും ലക്ഷ്യം ഒന്നാ, ലഅല്ലഹും യർജിഊൻ. കണ്ടോ, എത്ര സ്ഥലത്താ അത് പറയുന്നത്, ലഅല്ലഹും യർജിഊൻ. അപ്പോഴല്ലേ അവര് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കുള്ളൂ. ഈ ഡ്രൈവറെ തിരിച്ചറിയുള്ളൂ. എന്റെ അടുത്തേക്ക് ഇടക്കൊന്ന് തിരിഞ്ഞു നോക്കുള്ളൂ. എന്നിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സുഖം നൽകി പരീക്ഷിക്കുന്നത്. അപ്പോ സുഖാനുഭൂതികളിൽ ഇങ്ങനെ പുതച്ചുറങ്ങുന്നവർ കരുതരുത് അള്ളാഹു നമ്മളെ എങ്ങോട്ടോ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അല്ല, നമ്മളെ കുടുക്കുന്നതിന്റെ ഭാഗമാണ് അതും. ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ അല്ലെ, ആ അമ്പിയാക്കളെയൊക്കെ അല്ലാഹു തആല ഈ രൂപത്തിൽ പരീക്ഷിച്ചിട്ട് അതിലൊക്കെ വിജയം നേടിയ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പോലെയുള്ളവർ ധാരാളം സ്വത്ത് കൊടുത്തു, മക്കളെ കൊടുത്തു, കുട്ടികളെ കൊടുത്തു, എല്ലാ സുഖവും സൗകര്യവും കൊടുത്തു. അയ്യൂബ് നബിയെ പരീക്ഷിച്ചു, വിജയിച്ചു. എന്താ വേണ്ടത്? നന്ദി ചെയ്യണം. ഒരു നേരത്തെ നിസ്കാരവും മുടങ്ങിയില്ല, ഒക്കെ ക്ലിയർ ആണ്. അപ്പൊ അല്ലാഹു തആല എന്താ ചെയ്തത്? പിന്നെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചു. ഒരു ബിൽഡിങ്ങിനുള്ളിൽ ഇപ്പൊ അയ്യൂബ് നബി മോശക്കാരനായതുകൊണ്ടാണ് പരീക്ഷണം. ബലൗനാഹും ബിൽ ഹസനാത്തി വസയ്യാത്ത്. ഹസനാത്ത് കൊണ്ട് പരീക്ഷിച്ചിട്ട് അയ്യൂബ് നബിയെ പിടിക്കാൻ കിട്ടൂല. അയ്യൂബ് നബി ഒന്നും തെറ്റിച്ചില്ല, ഒക്കെ കൃത്യ. അപ്പൊ ഒന്നും കൂടെ പരീക്ഷിച്ചു അള്ളാഹു. സയ്യാത്ത് കൊണ്ട് പരീക്ഷിച്ചു നോക്കുക, അപ്പൊ ഇളകുമോ നോക്കുക. അങ്ങനെ എന്ത് ചെയ്തു? ഒരു ബിൽഡിങ്ങിൽ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ബിൽഡിംഗ് അങ്ങ് തകർന്നു, മൊത്തം മരിച്ചു. വലിയ സംഭവമാണ്. പിന്നെ അതിലും വിഷമിച്ചില്ല. സമ്പത്ത് മുഴുവൻ ഇടിഞ്ഞ് പൊളിഞ്ഞ് പൊട്ടിപ്പോയി, ബിസിനസ്സുകളൊക്കെ പൊട്ടിപ്പോയി. അയ്യൂബ് നബി അലൈഹി സ്വലാം ഒരനക്കം പതറിയില്ല. എല്ലാം നീ തന്നു ഒരു കാലത്ത്. അയ്യൂബ് നബി അങ്ങനെയാ പറഞ്ഞത്. ഞാൻ എന്തിനെ തന്നു എന്ന് ചോദിച്ചിട്ടില്ല. തന്നവൻ എന്താ ചെയ്യേണ്ടത്? ആർക്കെങ്കിലും മുതൽ തന്നാ എന്താ ചെയ്യേണ്ടത്? ആ പണിയൊക്കെ ഞാൻ ചെയ്തു. പിന്നെ ഇപ്പൊ ഈ കൊണ്ടേ എനിക്ക് അതിലും പരാതിയില്ല. പക്ഷെ ഇതിനൊക്കെ ചെറിയ ഈമാൻ പോരട്ടോ. നമ്മളെല്ലാ ബിസിനസ്സാണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പറയണമെങ്കിൽ ചെറിയ ഈമാനൊന്നും പോരാ. അങ്ങനെ അതൊക്കെ പൊട്ടി. പിന്നെന്ത് ചെയ്തു? മക്കളെയൊക്കെ നശിപ്പിച്ചു. അല്ലാഹു തആലക്ക് മനസ്സിലായി അയ്യൂബ് നബി കുലുങ്ങിയിട്ടില്ല, നല്ല സമചിത്തതയോടെ നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഏതൊരാളും പതറിപ്പോകുന്നത് ആ സ്വന്തം ശരീരത്തിൽ കയറി കളിക്കുമ്പോൾ. പിന്നെ അയ്യൂബ് നബിക്ക് അല്ലാഹു എന്ത് ചെയ്തു? രോഗം കൊടുത്തു. ലാസ്റ്റ് ഘട്ടാണ്. അതിലാരും പതറും.
എല്ലിന്റെ ഉള്ളിലൂടെ ശക്തമായൊരു വേദന, സഹിക്കാൻ പറ്റുന്നില്ല, നുറുങ്ങാണ് എല്ലുകൾ. എന്നിട്ടും അയ്യൂബ് നബി അലൈഹിസ്സലാം പതറിയില്ല. അല്ലാഹു തആല 100 ഡോസ് വേദനയാണ് കൊടുത്തു. ഒന്ന് അനങ്ങോ നോക്കാൻ, ഒരു പരാതിയെങ്കിലും അയ്യൂബ് പറയോ നോക്കാൻ. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിന്റെ പരിധി ഉണ്ടല്ലോ, അത് വിട്ട് വേദനയാണ് കൊടുത്തപ്പോ റബ്ബി അന്നീ മസ്സനിയ ദുർറ വ അൻത അർഹമുർ റഹീമീൻ, അല്ലാ എനിക്ക് വേദനയാകുന്നുണ്ട്, എന്നാലും നീ എന്നോട് കരുണയുള്ളവനാട്ടോ. അപ്പോഴും പറഞ്ഞത് അതാണ്, എനിക്ക് വേദനിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു ചോദിച്ചു, അയ്യൂബ് വേദനിക്കുന്നുണ്ടെന്നോ, പരാതി പറയാണോ? അപ്പോഴാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, അല്ലാ ഒരു കാലത്ത് ഒരുപാട് തന്നു, എന്തിനാ തന്നത് എന്ന് ചോദിച്ചിട്ടില്ല. കിട്ടിയോൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ ചെയ്തു. പിന്നെ നീ അങ്ങനെ കൊണ്ടുപോയി, മക്കളെ കൊണ്ടുപോയി, കുട്ടികളെ കൊണ്ടുപോയി, ബിസിനസ് കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയി, എന്തിനാ നീ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ ശരീരത്തിൽ കയറി കളിച്ചു, ഇത്രയും ഞാൻ സഹിച്ചു, അവസാനം അറിയാതെ വന്നു പോയതാണ്. അഫ്വാൻ, പൊറുക്കണേ പടച്ചോനെ എന്ന് പടച്ചോനോട് ഉടനെ തന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു. നിഅ്മൽ അബ്ദു അയ്യൂബ്. ഇത്ര ഒരു സൂപ്പർ അടിമയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. സൂപ്പർ അടിമയാണ്, ഏറ്റവും നല്ല അടിമയാണ്. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. സമ്മതിച്ചു, നിങ്ങളെ സമ്മതിച്ചു, അതുകൊണ്ട് ഇനി ഞാൻ എല്ലാം റെഡിയാക്കി തരാം. നിങ്ങൾ നിൽക്കുന്നിടത്ത് എഴുന്നേറ്റ് നിൽക്കുക, കാലുകൊണ്ട് ഉർക്കുൽ ബിരിജിലേക്ക്, കാലുകൊണ്ട് ഒരു തട്ട് കൊടുക്കുക, ഒരു ചവിട്ട് കൊടുക്കുക, അവിടെ വെള്ളം ഇങ്ങ് പൊടിയും. ആ വെള്ളത്തിൽ നിന്ന് നിങ്ങൾ കുടിക്കുക, കുളിക്കുക. ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. കുറച്ച് വെള്ളം കുടിക്കും ചെയ്യാം, കാലിട്ട് ചവിട്ടിയെടുത്ത് ഉറവയായി പൊട്ടുന്ന വെള്ളം കുറച്ചെടുത്ത് കുളിക്കും ചെയ്യാം. എന്ന് പറഞ്ഞാൽ പുരട്ടാനും ഉള്ളിക്ക് കുടിക്കാനും മരുന്ന് കൊടുത്തതാ. അതിലാണ് സുഖായി. എഴുന്നേറ്റ് നിന്നു. പിന്നെ മക്കളും കുട്ടികളും ഒക്കെ കൊടുത്തു. കുളിക്കുന്ന സമയത്ത് തോർത്തുമുണ്ട് മാറ്റി കുളിക്കുമ്പോ മെയിൻ ഡ്രസ്സ് അത് ഊരിയിട്ട് അവിടെ വെച്ചിരുന്നു. അപ്പോഴാണ് കുളിപ്പരയിലേക്ക് സ്വർണത്തിന്റെ വെട്ടുകിളികൾ ഇങ്ങനെ വരുന്നത്. ബുഖാരിയിലുണ്ട്, സഹീഹുൽ ബുഖാരിയിൽ ഈ സംഭവം. സ്വർണത്തിന്റെ വെട്ടുകിളികൾ ഇങ്ങനെ വരിക. അപ്പൊ ബഹുമാനപ്പെട്ടവര് ആ തുണി എടുത്തിട്ട് അതൊക്കെ അതിന്റെ ഉള്ളിലാക്കി. ഞമ്മക്കൊക്കെ ഇപ്പൊ സ്വർണത്തിന്റെ വെട്ടുകിളി ഒന്ന് നോക്കണ്ടേ അല്ലെ? എന്തൊരു ജാഗ്രത ഉണ്ടാവും അത് ഒരുക്കൂട്ടാൻ. ഇതിങ്ങനെ ഒരുക്കൂട്ടപ്പോ അള്ളാഹു ഒറ്റ ചോദ്യ, അയ്യോ ദുനിയാവിന്റെ പിന്നാലെയാണോ? അപ്പൊ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ ദേമാതിരി തന്നെ ഒരുപാട് തന്നു, എന്തിനാ തന്നെന്ന് വെച്ചിട്ടില്ല. അപ്പൊ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു. പിന്നെ നീ അങ്ങനെ കൊണ്ടുപോയി, എന്തിനാ കൊണ്ടുപോയത് ഞാൻ പരാതിയും പറഞ്ഞിട്ടില്ല. വീണ്ടും നീ എനിക്ക് തരുമ്പോ അത് വേണ്ട എന്ന് പറയാൻ അയ്യൂബ് ആളല്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം അത് വേണ്ട എന്ന് പറയാൻ അയ്യൂബ് ആളല്ല. അപ്പൊ അള്ളാഹു പറഞ്ഞു, ശരി എടുത്ത് കെട്ടിക്കോളൂ, ഇത് നിങ്ങൾക്ക് തന്നതാണ്. കാരണം ബിസിനസ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു മൂലധനം വേണമല്ലോ, അത് ഞാൻ ഇങ്ങനെയാ തന്നത്, ഒരു മുഴുജിതത്തിലൂടെ അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട്. ഇതാ സുഹൃത്തുക്കളെ ലോകം. അപ്പൊ എന്ത് ചെയ്യണം? ഏതു പരീക്ഷണങ്ങൾ വന്നാലും അവിടെ അതിജയിക്കാൻ കഴിയണം. അത് അതിജയിക്കാൻ കഴിയുമ്പോഴാണ് ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്നത്. വല്ലാത്തൊരു സംഭവമാണ്. ഇനി സൂറത്ത് യൂനുസിന്റെ 24-ാമത്തെ ആയത്ത്, അതും കൂടെ കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു